ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മുട്ട വെച്ചിട്ടുള്ള പിസയാണ്. നമ്മൾ പല രീതിയിലുള്ള പിസ ഉണ്ടാക്കി എടുക്കാറുണ്ടല്ലേ. മുട്ട വെച്ചിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റുള്ള പിസയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പിസ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മുട്ടയുടെ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. മുട്ടയുടെ 2 ബാറ്റർ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ ബ്രെഡ് ഡിപ്പ് ചെയ്യാൻ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊടി കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. മുട്ടയും പാലും നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ടയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ മുട്ടയുടെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മുട്ട വേണം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള, പിന്നെ 1-2 പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം അരിഞ്ഞത്, പിന്നെ അതുപോലെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടയുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പിസ്സ ഒന്ന് ലെയർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് താഴ്ഭാഗം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ ബട്ടർ മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് അപ്പാടെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മുട്ടയുടെ ബാറ്ററിൽ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ഫ്രൈ പാൻ്റെ ഷേപ്പിൽ നമ്മൾ പിസ്സേൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ബ്രെഡിൻ്റെ ബ്രൗൺ കളറുള്ള അരിഭാഗം ഉണ്ടല്ലോ, അതൊക്കെ മുറിച്ച് കളയണം. ബ്രെഡ് കട്ട് ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണം ബേസായിട്ട്. അപ്പോൾ അടുപ്പിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പിസ്സയുടെ ബേസ് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ പിസ്സയുടെ ബേസ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഞാൻ കൈ വെച്ചിട്ട് ആ ജോയിൻസൊക്കെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത്രയും മുട്ടയുടെ ബാറ്റർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ബാറ്റർ നമുക്ക് ഇതുപോലെ ഹോൾസിലും സൈഡിലൊക്കെ ഒഴിച്ചിട്ട് ജോയിൻ ആക്കി എടുക്കണം. ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 3 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് മോസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ടയുടെ ബാറ്ററിലെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുള്ളത് അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പച്ചക്കറികളൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിക്കണം. ഇനി ഇതിലേക്ക് മുട്ട വെച്ച് കൊടുക്കണം. ഞാൻ 2 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മുട്ട പൊടിച്ചിട്ടാണെങ്കിൽ പൊടിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ കാണാൻ വേണ്ടി ഒരു ഭംഗിയായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചുറ്റിലൊന്ന് വെച്ച് കൊടുക്കണം. കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ലത്. പ്രശ്നമില്ല, നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുമ്പം അതവിടെ നിന്നോളും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മോസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ മുകളിലൂടെ ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മെൽറ്റായി കഴിഞ്ഞാൽ ആ മുട്ട അങ്ങനെ തന്നെ അവിടെ ഇരുന്നോളും. ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. മല്ലിയില ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ ചീസൊക്കെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ മുട്ടയുടെ ബാറ്ററൊക്കെ പകുതിയോളം ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുന്നത് ഈ ഫ്രൈ പാനിലേക്കല്ല ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഒരു തവയിൽ ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതുപോലെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആ മുകൾ ഭാഗം ഒന്ന് റെഡിയായി കിട്ടുന്നവരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് പിസ്സ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്.
മുട്ട വെച്ചിട്ട് ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഞാൻ കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് കട്ട് ചെയ്യുമ്പോൾ ഒക്കെ. കണ്ടില്ല, നല്ല സൂപ്പർ പിസ്സ തന്നെയാണ്. താഴെ നല്ല ബ്രെഡിൻ്റെ ലെയറും മുകളിൽ ചീസൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഫ്താറിൻ്റെ സമയത്ത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്